Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്രെഡും പാലും ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മലായി റോളിന്റെ വീഡിയോ ആയിട്ടാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുറുക്കി എടുക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് ഇതിലേക്കുള്ള പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കുറച്ച് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് സാഫ്രോൺ എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. അതിലേക്ക് ഈ ചൂട് പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് സോക്കായിട്ട് കിട്ടും, നല്ല ഒരു കളറും കിട്ടും. ഇത് ഓപ്ഷനിലാണ്, കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കിയാൽ മതി. ഇതുകൂടെ ചേർക്കുമ്പോൾ ഒരു നല്ല മണവും നല്ലൊരു ടേസ്റ്റും കിട്ടും. കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വരുന്ന ആ ഒരു ക്രീമൊക്കെ ഒന്ന് ഈ പാലിലേക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പിസ്ത ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. പിസ്ത ആകുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പാല് കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ക്രീമി ആയിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 6 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പാല് വറ്റിച്ചിട്ടും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ആ ബ്രെഡിൻ്റെ ഉള്ളിലായിട്ട് റോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല തിക്കാക്കി എടുക്കണം. അപ്പോൾ പാൽപ്പൊടി ചേർക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ തിക്കായി വരും. പാൽപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ കട്ട പിടിക്കും പെട്ടെന്ന് തന്നെ. കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ല തിക്കാക്കി എടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ ആ പാൽപ്പൊടിയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അത് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൽ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കണം. മധുരം ഇല്ലെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പിസ്ത ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ളത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ബ്രെഡിലൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ബ്രെഡ് കൂടുതലായിട്ട് വേണമെങ്കിൽ, കൂടുതലായിട്ട് റോള് വേണമെങ്കിൽ കൂടുതൽ ബ്രെഡ് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 4-5 ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്കായിട്ടാണ് സൈഡ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ആ സൈഡിന് ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സൈഡ് കട്ട് ചെയ്തെടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഓരോ പീസ് ബ്രെഡും ഇതേപോലെ റോളർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തി വെച്ചിട്ടുള്ള ബ്രെഡിലേക്ക് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്രീമിൻ്റെയും പിസ്തയുടെയും മിക്സ് ഇതേപോലെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇതിന് പകരമായിട്ട് നിങ്ങളുടെ ക്രീം ഇല്ലെങ്കിൽ പാൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് കുറച്ച് പിസ്തയുടെ പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ നേരത്തെ തയ്യാറാക്കി ആ പാൽപ്പൊടി വെച്ചിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. നീളത്തിൽ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതിലേക്ക് ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു സൈഡിൽ നിന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ബ്രെഡ് റോള് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ പാല് തിളപ്പിച്ചിട്ട് നല്ല തിക്കാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇതൊഴിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് തണുപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ആ സാഫ്രോൺ മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്ത കട്ട് ചെയ്തതും കുറച്ച് ചെറിയൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസിയാണ് ചെയ്തെടുക്കാൻ. കുറച്ച് ആ പാലൊന്ന് തിക്കാക്കി എടുക്കുന്ന ടൈം വേണമെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡും പാലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്